നീയൊന്നും പറഞ്ഞില്ല. എടാ മാങ്ങാത്തൊലിയ, എന്തെങ്കിലും ഒന്ന് മൊഴിയോ? ഞാനെന്ത് പറയാനാ, നീ പറ. ഒരുമാതിരി മറ്റ വർത്താനം പറയേ. 2 ദിവസമായി ഒരുപോലെ കണ്ണടച്ചിട്ട്. ഒന്ന് അടങ്ങട വെള്ളപ്പാണ്ടി, നീ നടന്ന കാര്യം പറ. നടന്നു, ഒരുപാട് നടന്നു, തേരാപ്പാര നടന്നു. മെഗാസ്റ്റാറിന്റെ മകനും കൂട്ടുകാരനും കാമുകിയെ തേടി 2 ചക്ര വാഹനത്തിൽ പോയ കാലം. ഞാനും പോയി 6 ചക്രമുള്ള വാഹനത്തിൽ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പ്. അതിനൊടുവിൽ അത് വന്നു, ആ ചക്രമില്ലാത്ത വാഹനം. നഗരത്തിൽ നിന്ന് ഒരുപാട് മാറി, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലം. എല്ലാം നിനക്ക് വേണ്ടി. അതെ, മുട്ടറ്റം മുടിയുള്ള, വെണ്ണക്കൽ മേനിയുള്ള, മേക്കപ്പ് ഇടാത്ത, ജീൻസും ടോപ്പും ധരിക്കാത്ത ആ ശാലീന സുന്ദരി ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. അവളുടെ നാട്, നാട്ടുകാർ, അന്വേഷണങ്ങൾ തകൃതിയായി നടന്നു. അവൾ പഠിച്ച സ്കൂള്, അവളുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ്. നടന്നു, ഒരുപാട് നടന്നു. തേരാപ്പാര നടന്നു, പിന്നെയും നടന്നു, വീണ്ടും നടന്നു. അവളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസ്. ചേട്ടോയ്, അറിയോ അറിയോ ഈ നീണ്ട മുടിയുള്ള ശ്രീലക്ഷ്മി ഇല്ലേ? ചേട്ടോ, ആകെ 42 പേർ. അതിൽ 5 എണ്ണം പല്ലുപൊന്തി, 2 എണ്ണത്തിന് വിക്ക്, 6 എണ്ണത്തിന് മുടിയില്ല, 4 എണ്ണത്തിന് കോങ്കണ്ണ്, 1 എണ്ണം ബ്ലൈൻഡ്, 11 പേർ മാരിയഡ്, അതിൽ 3 എണ്ണം പ്രഗ്നന്റ്. ബാക്കി 12 എണ്ണത്തിനും സ്ത്രീയുണ്ട്. പക്ഷേ അവരാരും ലക്ഷ്മിയല്ല. ബാക്കി 1 എണ്ണം, അതാണ് ഞാൻ അന്വേഷിച്ച ശ്രീലക്ഷ്മി. ആ നാട്ടിലെ പുല്ലിനോടും കല്ലിനോടും പൂച്ചയോടും വരെ ചോദിച്ചു. ഒടുവിൽ ഞാൻ കണ്ടെത്തി. എല്ലായിടത്തും സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്ത് നോക്കി.
10.5 മാറ്റ് തനി തങ്കം. അപ്പൊ യൂട്യൂബിലാ? അത് മല്ല്, സെക്സ്, ബാപ്പ്. ഏയ്, ഇതുപോലെ ഒരു പെണ്ണിനെ കിട്ടാൻ നിന്റെ അപ്പനപ്പന്മാര് പുണ്യം ചെയ്യണം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഇതൊക്കെ സിനിമയിലാണ് കൊള്ളു. ജീവിതം എന്ന സത്യം കൈപ്പേറിയതാ മോനെ. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എന്റെ മാത്രം, എന്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. എന്താ? സോറി ഏട്ടാ, ആർട്ടാണ്. ആർട്ടാ? മകനെ, പ്രേമം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കാ. നീ നിന്റെ എൻട്രൻസിന്റെ ക്ലാസ് കളഞ്ഞ് അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകണം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം, പിന്നെ വള, മാല, കമ്മല്, ചാന്ത്, കൺമഷി, പൊട്ട്, ബാഗ്, കൊട, ചെരുപ്പ്, തുണി, മണി, മാങ്ങ, തൊലി, പിന്നെ അങ്ങനെ 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 അങ്ങനെ. എറണാകുളം മാർക്കറ്റിൽ കൂടെ നടന്ന് നിന്റെ ചെരുപ്പ് വാര തേഞ്ഞു വരും. മാസം മാസം നീ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി തെണ്ടേണ്ടി വരും. റിസർവ് ബാങ്ക് നിന്റെ അപ്പന്റെ വകയൊന്നല്ലോ. ഇനി അവളെങ്ങാനും പിണങ്ങിപ്പോയാ നിനക്ക് കള്ളു കുടിക്കണ്ടേ? ഇതിനൊക്കെ ചെലവുണ്ട് വായി. ഇതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഇനി നിന്റെ തീരുമാനം പറയണം. അളിയ, ഞാൻ ഈ സിം വിട്ട്. ദേ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ഞാൻ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുത്തത്. എനിക്കിപ്പോ പട്ടിയുടെ വില അല്ലടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര റിസ്ക് എടുത്തൊരു പ്രേമം എനിക്ക് വേണ്ട. എന്നാ നീ എന്റെ മുഖത്ത് നോക്കി പറയടാ. വേണ്ട 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 വേണ്ട. എനിക്ക് അത് തന്നെ വേണം. എന്നാ പിന്നെ ഞാൻ നോക്കിയോട്ടെ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് സത്യമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ.